തൃശ്ശൂരിൽ ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീത്ത, അവിടെയും ഈ പറയുന്നത് പോലെ ആർക്കും ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ രാജൻ പല്ലൻ എക്സിറ്റ് പോളുകൾ ഈ പറയുന്ന ഒരു ജയസാധ്യത പ്രവചിക്കുമ്പോൾ പോലും ഇപ്പോഴും സ്റ്റിൽ അവിടെ എന്തും സംഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. എത്ര റൗണ്ട് ആകുമ്പോഴേക്കും തൃശ്ശൂരിന്റെ മനസ്സ് എങ്ങോട്ടേക്കെന്നറിയാൻ കഴിയും ശ്രീജിത്ത്? ഹാഷ്മി, ഇന്നലെ തൃശ്ശൂർ നഗരത്തിൽ ഏതാണ്ട് 1.5 മണിക്കൂർ നേരമാണ്, ഒരു 4:30 മണി മുതൽ മഴ പെയ്തത്. ശക്തമായ വേനൽ മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ചൂടിന് കുറച്ച് കുറവുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് ചൂടിന് യാതൊരു തരത്തിലുള്ള കുറവുമില്ല. ആശങ്കയുണ്ട്. ചിലർ രാജൻ പല്ലൻ വിജയിച്ചു വരുമെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് എങ്കിലും വലിയ അട്ടിമറി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് BJP ക്യാമ്പും ഇടതുപക്ഷ ക്യാമ്പും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. രാജൻ പല്ലൻ ഒരു കടയിൽ, ഒരു ബേക്കറിയിൽ ഏതാണ്ട് 10,000-ഓളം ലഡു ഒക്കെ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ബേക്കറി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ UDF ക്യാമ്പിൽ ഇന്നലെ കണ്ട ആത്മവിശ്വാസം ഏതാണ്ട് 1000-ഓളം വോട്ടുകൾക്കെങ്കിലും തങ്ങൾ വിജയിച്ചു വരുമെന്ന് തന്നെയാണ്. ഒരു UDF തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 5000-നും 10,000-നും ഇടയിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷമാകുമെന്ന് തന്നെയാണ്. അത് 1000-ഓളം വോട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എവിടേക്കും മറിയാമെന്ന UDF-കാരും കണക്ക് കൂട്ടുന്നുണ്ട്. പത്മജ ക്യാമ്പ്, അതായത് BJP ക്യാമ്പ് ഏറ്റവും ഒടുവിൽ പറയുന്നത് 7000 മുതൽ 8000 വരെ ഉറച്ച UDF വോട്ടുകൾ തങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് താമര ചിഹ്നത്തിൽ പത്മജ വേണുഗോപാൽ എന്ന കരുണാകര പുത്രി നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ഒരു കണക്കുകൂട്ടലുള്ളത്. ആലങ്കോട് ലീലാകൃഷ്ണനെ എല്ലാവരും എഴുത്തള്ളുമ്പോൾ നമ്മുടെ മുൻപിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രമുണ്ട്. അവസാന റൗണ്ടിൽ 13ാം റൗണ്ടിലാണ് P. ബാലചന്ദ്രൻ എന്ന ബാൽസി, തൃശ്ശൂരുകാരുടെ MLA മുന്നേറി വരുന്നത്. 3ാം സ്ഥാനത്തുണ്ടായിരുന്ന ബാൽസി മുന്നേറി വരുന്നത്. സ്വാഭാവികമായി 44,000-ഓളം വോട്ടുകൾ ഇടതുപക്ഷത്തിന് ഉറച്ച വോട്ടുകളായി ബാലചന്ദ്രൻ പിടിച്ച വോട്ടുകൾ അവിടെ തന്നെയുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ 5-ഓ 10-ഓ അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞാലും ഈ രണ്ട് ശക്തന്മാർ തമ്മിൽ മത്സരം വരുന്ന സമയത്ത് ആലങ്കോട് ലീലാകൃഷ്ണനെയും നമുക്ക് എഴുത്തള്ളാൻ വേണ്ടി കഴിയില്ല. ഇതാ നമ്മുടെ മുൻപിൽ എന്തായി ചേട്ടാ, തെരഞ്ഞെടുപ്പ് നാളെ എണ്ണാൻ പോവാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ടൈറ്റ് ഫൈറ്റ് ആടുന്നുണ്ടോ? ടൈറ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഉറപ്പില്ലല്ലോ. എണ്ണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. എണ്ണി കഴിഞ്ഞിട്ട് പറയാം. എന്നാലും ഒരു ഗസ്. എന്നാലും നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ ആളവിടെ ഇരിക്കണ കണ്ടില്ലേ? ആലങ്കോടോ പിണറായിയോ? ആൾക്ക് ഒരു വിജയം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ചേട്ടൻ ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് തോന്നുന്നു. ഉറപ്പായും പിണറായിക്ക് ഒരു വിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ ചിത്രം നോക്കിയിട്ടാണ്, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ശക്തൻ മാർക്കറ്റിലെ ഈ ചിത്രം നോക്കിയാണ് അദ്ദേഹം അത് പറഞ്ഞ ഫ്ലക്സ് നോക്കിയിട്ടാണ് പറഞ്ഞത്. തൊട്ടപ്പുറത്ത് പക്ഷേ നരേന്ദ്രമോദിയുണ്ട്, പത്മജയുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്. അപ്പുറത്തും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ മത്സരം നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഹാഷ്മി, മത്സരത്തിൻ്റെ വിധി അറിയണമെങ്കിൽ നാളെ 8 മണി കഴിയണം. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ഒരു 12-10 ശക്തമായ മത്സരം നടന്നിട്ടുണ്ട് എങ്കിൽ, ഒരു തരംഗം ആർക്കും അനുകൂലമായിട്ടില്ല എങ്കിൽ ഉറപ്പായും 13ാം റൗണ്ട് വരെ കാത്തിരിക്കേണ്ടി വരും. ബാലചന്ദ്രൻ ഉദിച്ചുയർന്നതുപോലെ ഇത്തരത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ പുതിയ MLA ആയി വരുമോ, അല്ലെങ്കിൽ പത്മജയോ രാജൻ പല്ലനോ, മുൻ ഡെപ്യൂട്ടി മേയർ രാജൻ പല്ലനോ, 2-ൽ അറിയാൻ 3-ൽ അറിയാൻ ഇനി മണിക്കൂറുകൾ കാത്തിരുന്നേ മതിയാകൂ. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.